ജീവിതത്തിൽ വിജയിക്കണമെങ്കിലേ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. കഷ്ടപ്പെട്ടിട്ടുള്ളവനെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളാണേലോ എന്തോരം കഷ്ടപ്പെട്ടാലും എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും ജീവിതത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുന്ന സമയത്ത് നമ്മൾ ഈ സ്വപ്നങ്ങളെ ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ പിന്നോട്ട് നടക്കുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു എയിം സെറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ അറിയാണ്ട് ഒരുപാട് നെഗറ്റിവിറ്റീനെ മൈൻഡ് കൂടെ ഫീഡ് ചെയ്യുന്നു. ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ സൊസൈറ്റി തന്നെയാണ് കേട്ടോ. എസ്പെഷ്യലി ഗേൾസ്. അവരൊരു ആഗ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഈവൻ ഒരു ജോലിയെക്കുറിച്ച് പറഞ്ഞാൽ പോലും ആ ജോലി കൊണ്ട് അവർക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുമാണ് അവളെ ചുറ്റുമുള്ളവർക്ക് എപ്പോഴും ആഗ്രഹവും കൗതുകവും. അതിലൊരു 70% പോസിറ്റീവും 30% നെഗറ്റീവും ആണെങ്കിലും അവർ ആ നെഗറ്റീവായിട്ടുള്ള ഒരു 30%-നെയാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ പോലും അറിയാണ്ട് ഈ ഒരു 30% നെഗറ്റിവിറ്റീൻ്റെ കൂടെയാണ് നമ്മൾ എയിമിന് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി പോകുന്ന എയിം ഓട്ടോമാറ്റിക്കലി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാണ്ട് പിന്നോട്ട് നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ടോ നമ്മൾ പിന്നീടുള്ള ജീവിതത്തിൽ സാറ്റിസ്ഫൈ ആണോ? അല്ല. നമുക്ക് കിട്ടാണ്ട് പോയ ഈ ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തിട്ടും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയ ഈ എയിമിനെക്കുറിച്ച് ഓർത്തിട്ടും ശിഷ്ടകാലം നമുക്ക് കിട്ടുന്ന ജീവിതത്തിനെയും നമ്മൾ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. ഈ ആഗ്രഹിച്ചത് നേടാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ നമ്മളെ ഫാമിലിയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് ഈവൻ നമ്മളെ പാർട്ട്ണറോടാവാം, അല്ലെങ്കിൽ നമ്മളെ മക്കളോടാവാം, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയോടാവാം. അങ്ങനെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കേണ്ട ആ ഒരു ഫാമിലിയിൽ പോലും ഇത് കാരണം വിള്ളൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജീവിതത്തിനെ നശിപ്പിക്കാണ്ട് നമ്മൾ മുന്നോട്ട് സന്തോഷത്തിൽ ജീവിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം വി ബ്രേവ് ടു ബി അലോൺ. നമ്മൾ എയിമുമായിട്ട് തനിച്ച് നടക്കാൻ നമ്മൾ പഠിക്കണം. ആരെന്ത് നെഗറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാലും ജസ്റ്റ് ഇഗ്നോർ ദം വിത്ത് എ സ്മൈൽ. നമ്മൾ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അതിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എയിമുമായിട്ട് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, നെവർ എവർ ഗിവ് അപ്പ്. എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പിന്നോട്ട് നടക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ ഉറപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ, ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു, നമ്മൾ എത്ര വലിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാലും the universe will make that happens. ഇത് നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കാണുന്ന സ്വപ്നം എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, ആ സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് നടക്കാൻ പഠിക്കുക. അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം ആലോചിക്കുക, നെഗറ്റിവിറ്റീനെ തള്ളിക്കളയുക. ആൻഡ് ദ ലാസ്റ്റ് തിങ്, never ever give up until we succeed. Then surely we will be the successful one.